സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്കൊരു കൂട്ടുകാരനാവുകയാണ്, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചൈന. ചൈനയും ഇറാനും ചേർന്നാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കോട്ടകൾ തകർന്ന് തരിപ്പണമാക്കാം എന്ന് അവർ മനസ്സിലാക്കി. ഇറാന്റെ പോരാട്ടവീര്യവും ചൈനയുടെ തന്ത്രപരമായ കരുത്തും ഇത് രണ്ടും കൂടിച്ചേർന്നാൽ ഏഷ്യയുടെ മണ്ണിൽ പ്രതിരോധത്തിന്റെ ഇടിമുഴക്കം സൃഷ്ടിക്കാം. അമേരിക്കൻ താൽപര്യങ്ങൾക്കും അവരുടെ സൈനിക ശക്തിക്കും എന്നും വെല്ലുവിളിയാണ് ഇറാന്റെ സൈനിക കരുത്ത്. ലോകം ഒരിക്കൽ ഒരു വൻ ശക്തി കൂട്ടുകെട്ടിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറൻ ശക്തികൾ പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ നിലനിർത്തിപ്പോകുന്ന ഒരു മേധാവിത്വമുണ്ട്. അതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനിലേക്ക് ചൈനയുടെ അത്യാധുനിക ആയുധങ്ങൾ രഹസ്യമായും പരസ്യമായും എത്തുകയാണ്. ഒരു ആയുധ കൈമാറ്റം അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധ രാഷ്ട്രീയത്തിനും സൈനിക ഭീഷണിക്കും എതിരെയുള്ള വലിയ ഒരു ഭൂരാഷ്ട്ര തന്ത്ര നീക്കമാണ്. ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കൊപ്പം ചൈന നിൽക്കുന്നു. ഇത് ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന ഒരു മുന്നറിയിപ്പാണ്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളെയും CNN ഉദ്ധരിച്ച് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ചൈന തങ്ങളുടെ ഏറ്റവും അപകടകാരിയായ മാൻ പാർട്സ് ഇറാനിലേക്ക് എത്തിക്കുന്നു. ഈ നീക്കം അതീവ രഹസ്യമായാണ് ചൈന ആസൂത്രണം ചെയ്യുന്നത്. മൂന്നാം രാജ്യങ്ങൾ വഴി ആയുധങ്ങൾ എത്തിക്കുന്നത് ആഗോള ഉപരോധങ്ങളെ മറികടക്കാനാണെന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും ഇത് ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള തന്ത്രം തന്നെയാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധം അജയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനീസ് നിർമ്മിത മിസൈൽ സംവിധാനങ്ങൾ ഇറാനിൽ എത്തുന്നത്. ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെയും അവരുടെ ഡ്രോണുകളുടെയും ഒക്കെ ആ ഒരു കരുത്ത് തകർക്കാനുള്ള ചൈനയുടെ നേരിട്ടുള്ള ഇടപെടലെന്ന് വിലയിരുത്തുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒന്നാണ് തോളിൽ വെച്ച് കൊടുക്കാവുന്ന മിസൈൽ സംവിധാനങ്ങൾ അഥവാ മാൻപാഡ്സ്. സൈനികർക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് വേഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. ശത്രുക്കളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളെ ഹെലികോപ്റ്ററുകളെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കും. സാധാരണയായി ഒരു ലോഞ്ചർ ട്യൂബ്, അതിനുള്ളിലെ മിസൈൽ, ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനം, ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ് മാൻപാഡ്സിന്റെ ഘടന. ശത്രു വിമാനങ്ങളുടെ എഞ്ചിനിൽ നിന്നും പുറത്തുവരുന്ന ആ കടുത്ത ചൂട് അതെത്രയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഹീറ്റ് സീക്കിംഗ് സാങ്കേതികവിദ്യ, അതാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. റഡാറുകളുടെ സഹായം ആവശ്യമില്ല. അങ്ങനെയില്ല തന്നെ ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് ഇതിനെ കൂടുതൽ അപകടകാരികളാക്കുന്നത്. താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും പ്രതിരോധിക്കാൻ വൻകിട മിസൈൽ വ്യൂഹങ്ങളെക്കാൾ വേഗത്തിൽ വിന്യസിക്കാൻ സാധിക്കുന്ന മാൻപാഡ്സ് ഇത് ഏത് രാജ്യത്തിന്റെയും കരസേനയുടെ അവിഭാജ്യ ഘടകമാണ്. വനമേഖലകളിലോ പർവ്വതനിരകളിലോ ഒളിച്ചിരിക്കുന്ന ഒരു സൈനികന് പോലും കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ശത്രുവിന്റെ വ്യോമശക്തി വെറും സെക്കൻഡുകൾക്കുള്ളിൽ ചാരമാക്കാൻ സാധിക്കും എന്നതാണ് വളരെ ലളിതമാണ് എന്ന് തോന്നിപ്പിക്കുന്ന മാൻപാഡ്സ് എന്ന ആയുധത്തിന്റെ യഥാർത്ഥ കരുത്ത്. തോൾപടക്കങ്ങൾ എന്നാണ് അവയെ ചുരുക്കത്തിൽ പറയുന്നത്. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പൊരുതുകയാണ് ഇറാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു മാതൃകയാണ്, ലോകത്തിനു മുന്നിൽ ഒരു മാതൃകയാണ്. എത്ര കരുത്തുള്ള ഒരു ശക്തിയെതിരെ എതിർക്കാൻ വന്നാലും അവിടെ ആത്മധൈര്യം കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഒരു മാതൃക. അമേരിക്കയുടെ പക്കൽ നമുക്കറിയാം നൂതന ആയുധങ്ങളുണ്ട്. അതിനോട് കിടപിടിക്കാൻ ഇറാന് എങ്ങനെ സാധിക്കുന്നു എന്നതിന്റെ ഉത്തരം ചൈനയുടെ സഹായം അവർക്കുണ്ട് എന്നത് തന്നെയാണ്. അടുത്തിടെ നടന്ന അമേരിക്കൻ രക്ഷാദൌത്യത്തിനിടെ തകർക്കപ്പെട്ട C-130 ഹെർക്കുലീസ് വിമാനങ്ങൾ തന്നെയാണ് ഇതിന് ഉദാഹരണം. ലോകത്തിലെ ഏറ്റവും മികച്ച ട്രാൻസ്പോർട്ട് വിമാനം എന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്ന C-130യെ നിഷ്പ്രഭമാക്കാൻ ചൈന വികസിപ്പിച്ചെടുത്ത പുതിയ Y-30 അല്ലെങ്കിൽ Y-15 വിമാനങ്ങൾക്ക് സാധിച്ചു. അതിപ്പോൾ ചർച്ചയാവുകയാണ്. 4 എഞ്ചിനുകളുള്ള കരുത്തൻ വിമാനത്തിന് അമേരിക്കൻ വിമാനങ്ങളെക്കാൾ 10 ടൺ അധികം പേലോഡ് വഹിക്കാനുള്ള കഴിവുണ്ട്. ചൈനയുടെ ഈ ടെക്നിക്കലി ഉള്ള ആ ഒരു മികവ് ഇറാന്റെ സൈനിക വിന്യാസത്തിന് ധാരാളം ഒരു സ്ട്രെങ്ത് നൽകുകയാണ്. ഇറാനുമായുള്ള ചൈനയുടെ ഈ ബന്ധത്തിന് പിന്നിൽ പ്രത്യേകിച്ച് സാമ്പത്തിക ലക്ഷ്യങ്ങളല്ല, മറിച്ച് അവിടെ ആശയം തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം കൂട്ടുന്നത് മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ചൈനീസ് നിർമ്മിത ഡ്രോണുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാനിയൻ സൈന്യത്തിന് ആത്മവിശ്വാസം നൽകുന്നു എന്ന കാര്യം സത്യമാണ്. ശത്രുക്കളുടെ ഏത് ആക്രമണത്തെയും ഫലപ്രദമായി നേരിടാൻ പ്രാപ്തമായ ഒരു മതിൽ ചൈനീസ് സഹായത്തോടെ ഇറാൻ ഇപ്പോൾ നേടിക്കഴിഞ്ഞു. ചൈനീസ് ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തുന്നു എന്ന വാർത്ത പുറത്തുവിട്ടതിലൂടെ ചൈനയെ ലോകത്തിനു മുന്നിൽ കുറ്റക്കാരായി ചിത്രീകരിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. എന്നാൽ സ്വന്തം സഖ്യകക്ഷികൾക്ക് ടൺ കണക്കിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്കയ്ക്ക് അതാകാം മറ്റൊരു രാജ്യം തങ്ങളുടെ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിൽ ഇടപെടാൻ എന്ത് അവകാശമാണുള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചൈനീസ് സഹായം യഥാർത്ഥത്തിൽ ഒരു വലിയ യുദ്ധത്തെ തടയാനുള്ള മുൻകരുതലായും വിലയിരുത്തപ്പെടുന്നു. ഇറാന്റെ പ്രതിരോധം ശക്തമാണെന്ന് ബോധ്യമുള്ള ശത്രുക്കൾ ഒരിക്കലും സാഹസത്തിന് മുതിരില്ല. ആ നിലയ്ക്ക് ചൈനയുടെ നീക്കം ലോക സമാധാനത്തിനുള്ള ഒരു നടപടി അല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം അതെ എന്ന് തന്നെയാണ്. ചൈന നൽകുന്ന മാൻപാഡ്സ് മിസൈലുകൾ ഇറാന്റെ വ്യോമ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കും. മിസൈലുകൾ ഉപയോഗിച്ച് അതിവേഗം വരുന്ന ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും വീഴ്ത്താൻ ഇറാന് സാധിക്കും. ഇത് ഇറാന്റെ അതിർത്തികളിൽ സുരക്ഷാ കവചമാകും. സൗദി അറേബ്യയും UAE പോലുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഈ കരുത്തിനെ ഭയത്തോടെ തന്നെയാണ് കാണുന്നത്. എന്നാൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്.
പടിഞ്ഞാറൻ ശക്തികളുടെ ഒരു ആധിപത്യം അത് തന്നെയാണ് യുദ്ധങ്ങളിലൊക്കെ കാണുന്നത്. അതിന് അറുതി വരുത്തണമെങ്കിൽ ചൈനയും അതുപോലെയുള്ള ശക്തികളും ഒക്കെ ഉയരുക തന്നെ വേണം. കിഴക്കൻ ശക്തികൾ അത് മനസ്സിലാക്കി ഉദിച്ചുയരുന്നു. ചൈനയും ഇറാനും തമ്മിലുള്ള ഈ ബന്ധം ആഗോള രാഷ്ട്രീയത്തിലെ പുതിയൊരു ദിശാസൂചികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.